എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായിട്ട് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്കാണ് ജോലി അവസരമുള്ളത്. തസ്തിക വരുന്നത് അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ്, ജനറൽ ഡ്യൂട്ടി ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണ് വരുന്നത്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 23 അസിസ്റ്റൻറ്റ് കമാൻഡൻറ്റ് ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസറായിട്ടാണ് നിയമനം വരുന്നത്. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ആദ്യത്തെ ബ്രാഞ്ച് വരുന്നത് ജനറൽ ഡ്യൂട്ടി GD ആണ്. പ്രായപരിധി 21 മുതൽ 25 വരെയാണ്. കാൻഡിഡേറ്റ്സ് ജൂലൈ 1, 2001 ജൂലൈ 30, 2005 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ജെൻഡർ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ +2 ലെവലിൽ മാത്സും ഫിസിക്സും പഠിച്ചിരിക്കണം. ഡിപ്ലോമ എടുത്തവരാണെന്നുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിപ്ലോമയ്ക്ക് ഫിസിക്സും മാത്സും ഉണ്ടായിരിക്കണം. ഇതാണ് കണ്ടീഷൻ വരുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ പോസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷൻ. അടുത്തത് ടെക്നിക്കൽ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആണ്. പ്രായപരിധി 21 മുതൽ 25 വരെയാണ്. കാൻഡിഡേറ്റ്സ് 2001 ജൂലൈ 1 2005 ജൂലൈ 30 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ്. ഇൻ നാവൽ ആർക്കിടെക്ചർ ഓർ മെക്കാനിക്കൽ ഓർ മറൈൻ ഓർ ഓട്ടോമോട്ടീവ് ഓർ മെക്കട്രോണിക്സ് ഓർ ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ ഓർ മെറ്റലർജി ഓർ ഡിസൈൻ ഓർ എയറോനോട്ടിക്കൽ ഓർ എയറോസ്പേസ് ആണ്. ഇതിലേതെങ്കിലും ബ്രാഞ്ചിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ ടെലികമ്മ്യൂണിക്കേഷൻ ഓർ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ പവർ എഞ്ചിനീയറിംഗ് ഓർ പവർ ഇലക്ട്രോണിക്സ് ആണ് വേണ്ടത്. കൂടാതെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ +2 ലെവലിൽ മാത്സും ഫിസിക്സും പഠിച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഈ 2 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഈ ക്വാളിഫിക്കേഷനുള്ള മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാം. മേളിൽ പറഞ്ഞ പ്രായപരിധി കൂടാതെ SC/ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. വേക്കൻസി ആകെ 170 വേക്കൻസിയാണ്. GD 140 വേക്കൻസി, ടെക്നിക്കൽ 30 വേക്കൻസിയാണ്. ജനറൽ ഡ്യൂട്ടിയിൽ SC 25, ST 24, OBC 35, EWS 10, അൺറിസർവ്ഡ് 46. ടെക്നിക്കൽ ആണെങ്കിൽ SC 3, ST 4, OBC 8, EWS 2, അൺറിസർവ്ഡ് 13 എന്നിങ്ങനെയാണ് വേക്കൻസി വരുന്നത്. അതുപോലെ തന്നെ ഫൈനൽ ഇയറിൽ പഠിക്കുന്നവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ 2026 ഒക്ടോബർ 31 മുമ്പ് നിങ്ങളുടെ ഫൈനൽ സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് 5 സ്റ്റേജ് ഉണ്ട്. സ്റ്റേജ് 1 വരുന്നത് കോസ്റ്റ് ഗാർഡ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ആണ്. സബ്ജക്ട്സ് വരുന്നത് ഇംഗ്ലീഷ്, റീസണിങ് ആൻഡ് ന്യൂമറിക്കൽ എബിലിറ്റി, ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ നോളജ് ആണ്. 25 മാർക്ക് വെച്ചാണ് വരുന്നത്. സ്റ്റേജ് 2 വരുന്നത് പ്രിലിമിനറി സെലക്ഷൻ ബോർഡാണ്. സ്റ്റേജ് 1 പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിനാണ് സ്റ്റേജ് 2 വരുന്നത്. സ്റ്റേജ് 2 ലൊക്കേഷൻ വരുന്നത് നോയിഡ, ഗോവ, ചെന്നൈ, കൊൽക്കത്ത, ഷില്ലോങ് ഓർ ഗുവാഹട്ടി ആൻഡ് ഗാന്ധിനഗറിലായിരിക്കും. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആപ്ലിക്കേഷൻ ഫോമിൽ ചോയ്സ് കൊടുക്കാവുന്നതാണ് എക്സാം സെൻറ്ററിൻ്റെ. ഇവിടെ നിങ്ങൾക്ക് വരുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് കോഗ്നിറ്റീവ് ബാറ്ററി ടെസ്റ്റ് ആൻഡ് പിക്ചർ പെർസെപ്ഷൻ ഡിസ്കഷൻ ടെസ്റ്റൊക്കെയാണ് വരുന്നത്. സ്റ്റേജ് 2 എക്സാമിനേഷൻ എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചറിലുള്ളതാണ്. അവിടെ നിങ്ങളുടെ കാൻഡിഡേറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ട്,
അലോട്ട്മെൻറ്റ് ഓഫ് സെൻറ്റർ വരുന്നുണ്ട്. സ്റ്റേജ് 3 വരുന്നത് സൈക്കോളജിക്കൽ ടെസ്റ്റ്, ഗ്രൂപ്പ് ടാസ്ക് കൂടാതെ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂവിൽ നോക്കുന്നത് പേഴ്സണാലിറ്റി ടെസ്റ്റ് ആയിരിക്കും. എക്സാം ലൊക്കേഷൻ വരുന്നത് നോയിഡയിലാണ്. അടുത്തത് സ്റ്റേജ് 4 വരുന്നത് മെഡിക്കൽ എക്സാമിനേഷനാണ്. സ്റ്റേജ് 3 ക്ലിയർ ചെയ്യുന്നവർക്കാണ് സ്റ്റേജ് 4 ഉള്ളത്. മെഡിക്കൽ എക്സാമിനേഷൻ വരുന്നത് ബേസ് ഹോസ്പിറ്റൽ ന്യൂഡൽഹിയിലായിരിക്കും. സ്റ്റേജ് 5 ഇൻഡക്ഷൻ ആണ്. അവിടെയാണ് ട്രെയിനിങ് വരുന്നത്. ട്രെയിനിങ് വരുന്നത് ഇന്ത്യൻ നാവൽ അക്കാഡമി ഏഴിമലയിൽ വെച്ചിട്ടാണ്. അവിടെയായിരിക്കും ഫസ്റ്റ് ട്രെയിനിങ് വരുന്നത്. ഇൻഡക്ഷൻ അറ്റ് INAയുടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ഡിസംബർ 27, 2026 വരെ ആയിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് വരുന്നത്. എക്സാക്ട് ഡേറ്റ് അപ്പോയിൻമെൻറ്റ് ലെറ്ററിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 23. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് joinIndiancoastguard.cdac.in ആണ്. ആപ്ലിക്കൻസിന് വാലിഡായിട്ട് ഇമെയിൽ ഐഡിയും മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജിൽ അപ്ലോഡ് ചെയ്യേണ്ടത് പാസ്പോർട്ട് സൈസ് റീസെൻറ്റ് കളർ ഫോട്ടോ, കാൻഡിഡേറ്റിൻ്റെ സ്കാൻഡ് സിഗ്നേച്ചർ, ഡേറ്റ് ഓഫ് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഐഡൻറ്റിറ്റി പ്രൂഫ് എന്നിവ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഇനി സെക്കൻഡ് സ്റ്റേജിൽ അപ്ലോഡ് ചെയ്യേണ്ടത് 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, +2ൻ്റെ സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ്, മാർക്ക് ഷീറ്റ്, ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ്, PG ഉണ്ടെങ്കിൽ PG സർട്ടിഫിക്കറ്റ്, സെമസ്റ്റർ വൈസ് അപ്ലോഡ് ചെയ്യണം, സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. ഫൈനൽ ഇയറിൽ പഠിക്കുന്നവരൊക്കെ ആണെങ്കിൽ, റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആ ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. ഇത്തരം സർട്ടിഫിക്കറ്റ്സ് കൃത്യമായിട്ട് സെക്കൻഡ് സ്റ്റേജിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. ഓരോ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട സൈസും ഫോർമാറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി എക്സാം ഫീസ് വരുന്നത് SC or ST കാൻഡിഡേറ്റ്സ് ഒഴിച്ച് എല്ലാവർക്കും 300 രൂപയാണ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ എക്സാം ഫീസായിട്ട് വരുന്നത്. എക്സാം ഷെഡ്യൂൾ വരുന്നത് സ്റ്റേജ് 1 സെപ്റ്റംബർ 18, സ്റ്റേജ് 2 നവംബർ 25, സ്റ്റേജ് 3 2026 ജനുവരി മുതൽ ഒക്ടോബർ വരെയാണ്. സ്റ്റേജ് 4 2026 മാർച്ച് മുതൽ ഏപ്രിൽ വരെ. സ്റ്റേജ് 5 ഡിസംബർ 2026 ആണ് വരുന്നത്. ഓരോ സ്റ്റേജിൽ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുന്ന കൊടുത്തിട്ടുണ്ട്. ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് മിനിമം. വെയ്റ്റ്, ചെസ്റ്റ്, ഹിയറിംഗ്, ഐസൈറ്റ് എല്ലാം നോക്കും. ടാറ്റു ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ശമ്പളം ലഭിക്കുന്നത് ബേസിക് പേ 56,100 രൂപയാണ് ശമ്പളം ലഭിക്കുന്നത്. പിന്നീട് പ്രൊമോഷൻ കിട്ടുന്നതനുസരിച്ച് ശമ്പളം കൂടുതലായിട്ട് വരുന്നതാണ്. ഡയറക്ടർ ജനറലായിട്ട് വരെ പ്രൊമോഷൻ കിട്ടുന്നതായിരിക്കും. അതുകൂടാതെ മറ്റ് ബെനിഫിറ്റുകളും ഉണ്ട്. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 23 ആണ്. നിങ്ങൾക്ക് ഈ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്തും അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അസിസ്റ്റൻറ്റ് കമാൻഡൻ്റായിട്ട് ജോലി ആഗ്രഹിക്കുന്ന മെയിൽ കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.